അപ്പൊ ശ്രീകല ഒരു വലിയ പ്ലാൻ ഇട്ടിരിക്കുകയാണ്, മാസ്റ്റർ പ്ലാൻ. രണ്ടാമത്തെ മകള് ശ്രീവിദ്യയുടെ കല്യാണം നടത്താൻ. അപ്പൊ ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കാൻ നീ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ദേവിക്ക് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യയെ കല്യാണം ആലോചിച്ച് വന്ന ആൾക്കാര് ഗോമതി സ്റ്റോർ ബാലനാണ് ഇവരുടെ ബന്ധു എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിന് തയ്യാറായത്. ഇനിയിപ്പോൾ ബാലനുമായിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ബന്ധമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവരുടെ പാട്ടിന് പോവും. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല, വിദ്യയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ദേവിയുടെ കല്യാണം എങ്ങനെയാണോ നടത്തിയത് അതേപോലെ ഉദയഭാനു തലയിൽ ഒരു വിഗൊക്കെ എടുത്ത് വെച്ച് അതേ വേഷം കെട്ടുന്നു, അതേ കള്ളങ്ങൾ പറയുന്നു. ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാണ്, കോടീശ്വരന്മാരാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ നോണ പറയുന്നു. ദേവിക്ക് ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മറച്ചു വെച്ച് വീണ്ടും 1000 കള്ളങ്ങൾ പറഞ്ഞ് ദേവിയുടെ കല്യാണം നടത്തിയതുപോലെ ഇപ്പൊ വിദ്യയുടെ കല്യാണം നടത്തുന്നു. ഇതാണ് ഇവരുടെ പ്ലാൻ. അപ്പൊ ദേവി പറയുന്നുണ്ട്, സമ്മതിക്കില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതുപോലെ എൻ്റെ അനിയത്തിയുടെ ജീവിതവും കൂടെ നശിപ്പിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. നമ്മൾ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ള സകല കാര്യങ്ങളും സത്യസന്ധമായിട്ട് അവരോടെല്ലാം തുറന്ന് പറയണം. എന്നിട്ടും അവർക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ മാത്രം ഈ കല്യാണം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ അവരവരുടെ പാട്ടിന് പോട്ടെ എന്ന് പറയുമ്പോൾ ഇവർ കേൾക്കുന്നില്ല കേട്ടോ. ദേവിയുടെ കാര്യത്തിന് ദേവി പറഞ്ഞിട്ട് പോലും ഇവർ കേട്ടിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ വിദ്യയുടെ കാര്യത്തിന് ദേവി പറയുമ്പോൾ അപ്പോൾ പിന്നെ ശ്രീകലയും ഉദയഭാനും പറയാണ്, നിനക്ക് എന്താടി പ്രശ്നം, നിന്റെ അനിയത്തിയോട് നിനക്ക് തീരെ സ്നേഹമില്ലേ, നിന്റെ അനിയത്തിക്ക് നല്ല ജീവിതം കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ, നീ എന്താടി പ്രതികാരം ചെയ്യാണോ? ശരിയാ, ഞങ്ങൾ കാരണോ നിന്റെ ജീവിതം ഇങ്ങനെ ആയത്, അതിന് ഞങ്ങളോട് നീ ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ദേവിയെ ലോക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. അവസാനം പറയാണ്, ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ, നീ ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ സഹകരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇവര് ശ്രീകല എന്തോ ദേവിയോട് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അത് പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം, ആനന്ദിന്റെ വീട്ടുകാരെ ഒന്ന് പേടിപ്പിച്ചാലേ അവർ വഴിക്ക് വരുള്ളൂ, അങ്ങനെ നിന്റെ ജീവിതം ശരിയാവും, ഒപ്പം വിദ്യയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടും എന്നായിരിക്കും പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം ഉണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ച് കല്യാണാലോചനക്കാർ വരുമ്പോൾ അവരുടെ മുമ്പിൽ ചിരിച്ച് അഭിനയിക്കാനായിരിക്കും ദേവിയോട് പറയുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ദേവമംഗലംകാരോട് പോയി കരയെ കാല് പിടിക്കുക എന്തെങ്കിലും ചെയ്ത് അവിടെ തിരിച്ച് കയറാൻ നോക്ക് എന്നായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും ദേവി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ദേവി എന്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല, പറ്റില്ല എന്നൊക്കെ ആദ്യം പറയും. പക്ഷെ ഉദയഭാനും ശ്രീകലയും നല്ല സ്ട്രോങ് ആയിട്ട് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി അതിൽ വീഴും. പിന്നെ ഇവർ പറയുന്നത് എന്താണോ അതെല്ലാം അനുസരിക്കും. അങ്ങനെയാണ് ദേവിയുടെ ക്യാരക്ടർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവി വീണ്ടും ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി, ഞാൻ ഇവിടെയല്ലേ കഴിയേണ്ടത്, ഇതെന്റെ വീടല്ലേ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ മറന്നോ എന്നൊക്കെ മിത്രയോട് മീനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോമതി ഇങ്ങനെ ദേഷ്യത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഗോമതി വീണ്ടും ദേവിയെ വലിച്ച് പുറത്തിട്ട് വാതിലടിക്കാൻ പോകുന്നുണ്ട്. ഗോമതി എന്തിനാണ് ഇത്രയും റിയാക്ട് ചെയ്യണത്, ഇത്രയും ദേഷ്യം ദേവിയോട് കാണിക്കുന്നത്? മോളെ പോലെ സ്നേഹിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ആ സ്നേഹമൊക്കെ ഇല്ലാതായോ? അങ്ങനെ സ്നേഹിച്ച ഒരാളോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഗോമതി ഇത്രയൊക്കെ ദേവിയോട് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദേവിയോടുള്ള ദേഷ്യം മാത്രമല്ല, കൂടുതലും അത് ആനന്ദിനെ സമാധാനിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ്. എന്താന്ന് വെച്ചാൽ, ആനന്ദ് എന്തായാലും ദേവിയെ വെറുത്ത് കഴിഞ്ഞു. ഇത്രയും കാലം വിഷമമൊക്കെ മനസ്സിൽ ഒതുക്കി നടന്നതാണ്. ഇപ്പൊ അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയും പെട്ടെന്ന് അതൊന്നും സാരമില്ല, നമുക്ക് ക്ഷമിക്കാം, ദേവി അത്രയല്ലേ ചെയ്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉടനെ ദേവിയോട് ക്ഷമിക്കുകയാണെങ്കിൽ ആനന്ദിന് എന്ത് തോന്നും? അപ്പൊ എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും പോലും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ തോന്നുമല്ലോ. അച്ഛനെ വിശ്വസിച്ചത് കൊണ്ടാണ് ആനന്ദ് ഈ സ്ഥിതിയിൽ നിൽക്കുന്നത് തന്നെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആനന്ദിന് ഞങ്ങളുണ്ട്, അച്ഛനും അമ്മയുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കാനും ആനന്ദിന് കുറച്ച് സമാധാനം കിട്ടാനും ആയിരിക്കും ഇവർ ദേവിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ദേവി പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ അപ്പം തന്നെ എല്ലാ ദേഷ്യവും ഗോമതിക്ക് മാറാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് ഇപ്പൊ എന്തായാലും ദേവിയെ വീണ്ടും പുറത്താക്കി വാതിലടിക്കുന്നതോടുകൂടി ഉദയഭാനും ശ്രീകലയൊക്കെ അവിടെ വരും. അവിടെ പിന്നീട് വഴക്കും ബഹളവും പ്രശ്നവും ഒക്കെ ആകുമ്പോൾ അവസാനം ആനന്ദിൽ നിന്ന് ഇവർ മനസ്സിലാക്കുകയാണ് ദേവിയെ ആനന്ദ് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ. അങ്ങനെ ഉദയഭാനും ശ്രീകലയും അതൊന്നും അംഗീകരിക്കാൻ കഴിയാതെ ഇപ്പോൾ വിദ്യയുടെ കല്യാണവും മുടങ്ങി പോകുമല്ലോ ഇതിന്റെ പേരിൽ. അപ്പൊ എല്ലാം കൂടെ ആലോചിച്ച് അംഗീകരിക്കാൻ കഴിയാതെ അതൊന്നും പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ അച്യുതനും അതിന്റെ ഇടയിൽ കയറി വന്നിട്ട്, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാതെ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നൊക്കെ പറയുന്നതോടുകൂടി ശ്രീകല ആ തീരുമാനം തന്നെ ആയിരിക്കും എന്തായാലും എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ മീനുവിന് വല്ലാത്തൊരു പാവം തോന്നുന്നുണ്ട് ദേവിയോട്. ആദ്യം കള്ളം പറഞ്ഞതാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അടിച്ചിറക്കി വിട്ടു മനസാക്ഷി ഇല്ലാതെ. ഇപ്പൊ വീണ്ടും കയറി വന്നപ്പോൾ അപ്പോഴും ക്ഷമിക്കാതെ വീണ്ടും അടിച്ചിറക്കി വിട്ടു. ഇതൊക്കെ കാണുമ്പോൾ മീനുവിന് മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ മീനു ഓഫീസിൽ പോകുന്ന വഴി ദേവിയുടെ വീട്ടിലേക്ക് പോയി ദേവിയെ കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അത് പക്ഷെ ദേവമംഗലത്ത് ആരും അറിയുന്നില്ല കേട്ടോ. അറിഞ്ഞ
സമ്മതിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ആരോടും പറയാതെ, ആകാശിനോട് പോലും പറയാതെ മീനു ദേവിയുടെ വീട്ടിൽ പോയി ദേവിയെ കാണുകയാണ് കേട്ടോ. അങ്ങനെ ദേവിയെടുത്തി വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ദേവിയെടുത്തി, അയ്യോ മീനു, നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത് മതി മീനു, നിനക്കെങ്കിലും ഈ ഏട്ടത്തിയോട് സ്നേഹമുണ്ടല്ലോ, ആനന്ദേട്ടനോട് ഒന്ന് പറ മീനു, എന്നോട് ക്ഷമിക്കാൻ പറ മീനു, അമ്മയോട് പറ മീനു എന്നൊക്കെ പറഞ്ഞ് ദേവി കുറേ കരയാനൊക്കെ പോകുന്നുണ്ട്. ദേവിയുടെ കരച്ചിൽ കാണുമ്പോൾ ശ്രീകലയ്ക്ക് സഹിക്കുന്നുമില്ല. അങ്ങനെ ശ്രീകല എല്ലാ കാര്യങ്ങളും മീനുവിനോട് പറയാൻ പോകുന്നുണ്ട്. നീ ഇവിടെ വന്ന് സമാധാനിപ്പിച്ചു എന്ന് വെച്ചിട്ട് എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ, വരേണ്ടത് അവനല്ലേ. ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരാണ് ദേവമംഗലത്തുള്ളവരെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. ഞങ്ങൾ 4 നുണ പറഞ്ഞു, അത്ര അത് തെറ്റ് തന്നെ, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ നീ തന്നെ കണ്ടതല്ലേ മീനാക്ഷി, ഞങ്ങളും ഞങ്ങളുടെ മോളും ഒക്കെ എത്ര കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, എന്നിട്ടും ക്ഷമിക്കാൻ തയ്യാറാവാത്ത ഇത്രയും കല്ലാണോ അവിടെയുള്ളവരുടെ ഹൃദയം? ഇതൊക്കെ ശരിയാണോ മീനാക്ഷി? വിദ്യമോൾക്ക് ഇപ്പൊ കല്യാണാലോചനകളൊക്കെ വന്നു തുടങ്ങി. ചേച്ചി ഇവിടെ നിൽക്കുകയാണെന്ന് അറിഞ്ഞാൽ വല്ലവരും വിദ്യമോളെ കല്യാണം കഴിക്കാൻ ഇങ്ങോട്ട് വരുമോ? എൻ്റെ മോള് ചെയ്ത ചെറിയ തെറ്റ് അത് അവർക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ എൻ്റെ 2 മക്കളുടെ ജീവിതമാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അവരെ വെറുതെ വിടില്ല. ഈ ശ്രീകല ആരാണെന്ന് ഇപ്പോഴും അവർക്ക് അറിയില്ല. ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കട്ടെ, അപ്പൊ അറിയും ഈ ശ്രീകല ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡയലോഗൊക്കെ പറയുമ്പോൾ മീനു ഒന്നിങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ. സമാധാനിപ്പിക്കാനാണ് വന്നത്. പക്ഷെ ശ്രീകലയോട് മീനു പറയാണ്, അങ്ങനെയൊന്നും പറയരുത് ആൻറ്റി. ആൻറ്റി, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ആൻറ്റിയും അങ്കിളും ദേവിയടുത്തിയും ഒക്കെ എത്ര വലിയ നുണകളാ ദേവമംഗലത്ത് പറഞ്ഞത്. നിങ്ങൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ആൻറ്റി. ഈ കല്യാണം എന്തായാലും നടക്കുമായിരുന്നു. അവിടുത്തെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ മകള് പഠിച്ചിട്ടുണ്ടാവണം, കോടീശ്വരി ആവണം, അങ്ങനെയൊന്നും യാതൊരു കണ്ടീഷനും ഇല്ല. ഏത് പെൺകുട്ടിയാണെങ്കിലും, നല്ല പെൺകുട്ടിയാണെങ്കിൽ അവിടുത്തെ ബാലച്ചനും ഗോമതി അമ്മയും അവരെ നന്നായിട്ട് തന്നെ നോക്കുമായിരുന്നു. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും ചാടിക്കയറി ആലോചിക്കാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് ആൻറ്റി. ദയവ് ചെയ്ത് ആ വീട്ടുകാർക്ക് എതിരായിട്ട് ഒന്നും ചെയ്യരുത്. ഏടത്തിയോട് കൂടിയിട്ടാ പറയുന്നത്. ഇനി ദേവിയേടത്തി ദേവമംഗലത്തോ ഗോമതി സ്റ്റോറിലോ എവിടെയും വന്ന് കരയരുത്, ആരുടെയും കാല് പിടിക്കരുത്. കുറച്ച് ടൈം കൊടുക്കാം. കുറച്ചു കാലം കഴിയുമ്പോൾ ആനന്ദേട്ടന് പതുക്കെ ദേവിയേടത്തിയെ മനസ്സിലാവും. അവിടെ ഉള്ളവരും പതുക്കെ പതുക്കെ ദേവിയേടത്തിയോട് ക്ഷമിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. കാലം മായ്ക്കാത്ത മുറിവുകളൊന്നും ഇല്ലാന്നല്ലേ. പതുക്കെ പതുക്കെ അവർക്ക് ദേവിയേട്ടത്തിയോടുള്ള ദേഷ്യമൊക്കെ മാറി അവർ ദേവിയേട്ടത്തിയെ തിരിച്ചങ്ങോട്ട് വിളിക്കും. നമുക്ക് അതുവരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ശ്രീകലയോടും ഉദയഭാനുവിനോടും ദേവിയോടൊക്കെ നല്ല രീതിയിൽ മീനു സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ മാത്രമാണ് മീനു പറയുന്നത്. പക്ഷെ മീനു അവിടെ നിന്ന് ഇറങ്ങിയ പാടെ ഡിവോഴ്സ് നോട്ടീസ് വരാൻ പോകുന്നുണ്ട്. അത് കണ്ട പാടെ ശ്രീകല വീണ്ടും കലിതുള്ളി, അച്ചുവേട്ടൻ പറഞ്ഞ ആ വഴിയാണ് നല്ലത്, നമുക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ദേവിയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉദയഭാനു ശ്രീകലയും മാത്രമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. എന്നിട്ട് അവര് ദേവിയുടെ സ്റ്റേറ്റ്മെന്റും ഒപ്പും ഒക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് പനിയാണ്, ആ വീട്ടിൽ നിന്ന് അനുഭവിച്ച ആ ക്രൂരതകൾ കാരണം അവൾ പനിച്ച് കിടക്കുകയാണ്, എൻ്റെ മോള് പാവം എന്നൊക്കെ പറയുന്നത് കൊണ്ട് പോലീസുകാർ ദേവിയുടെ വീട്ടിലേക്ക് ഒരു കോൺസ്റ്റബിളിനെ വിടും. എന്നിട്ട് ആ കോൺസ്റ്റബിൾ ദേവിയോട് സ്റ്റേറ്റ്മെന്റിൽ സൈൻ ചോദിക്കുമ്പോൾ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, ഇതൊന്നും സത്യമല്ല, ഈ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്ന ഒന്നും സത്യമല്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകല അതും ഇതൊക്കെ പറഞ്ഞ് ദേവിയെ കൺവിൻസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയെങ്കിലും തിരിച്ച് നിന്നെ ആ വീട്ടിലേക്ക് കയറ്റാനാ ഞാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, വിദ്യമോൾക്ക് ആലോചന വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊയ്ക്കോണം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ദേവി അവസാനം ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയൂട്ടോ. താങ്ക് യു, ബൈ.